يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما إنا عرضنا الأمانة على السماوات والأرض والجبال فأبين أن يحملنها وأشفقن منها وحملها الإنسان إنه كان ظلوما جهولا ليعذب الله المنافقين والمنافقات والمشركين والمشركات ويتوب الله على المؤمنين والمؤمنات وكان الله غفورا رحيما. السلام عليكم ورحمة الله وبركاته. അൽഹംദുലില്ലാഹി വഹദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദ ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി നഹ്മദുക യാ മൻ അവളഹ്ത ലനാ സുബ്ലൽ ഹിദായ വവസഅത അൻ ബസായിറനാ ഗശാവത്തൽ ഗവായ വനുസല്ലി വനുസല്ലിമു അലാ മൻ അർസൽതഹു ഷാഹിദൻ വമുബശ്ശിറൻ വനദീറ വദാഇയൻ ഇലല്ലാഹി ബിഇദ്നിഹി വസിറാജൻ മുനീറ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പരിശുദ്ധ ഖുർആൻ്റെ ലേന്തി ഖുർആൻ പഠിതാക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹം കൊണ്ട് സൂറത്തുൽ അഹ്സാബിൻ്റെ അവസാന വചനങ്ങളിലേക്കാണ് നമ്മൾ ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്നത്. 69 വരെയുള്ള വചനങ്ങളാണ് കഴിഞ്ഞ ക്ലാസ് വരെ അള്ളാഹുവിൻ്റെ അതിമഹത്തായ തൗഫീക്ക് കൊണ്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇൻഷാ അള്ളാഹ് ഇന്നത്തെ ക്ലാസ്സിലുള്ള വചനങ്ങൾ മുകളിൽ പാരായണം ചെയ്ത് നമ്മൾ കേട്ടു. കഴിഞ്ഞ ക്ലാസ്സിൽ അല്ലാഹു സുബ്ഹാനഹു തആല വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തി. അന്ത്യസമയമാകുന്ന ആ ഒരു ഘട്ടത്തെ സംബന്ധിച്ച് ചോദിക്കുന്ന ആളുകൾ അത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണെന്നും അത് മറ്റാർക്കും അറിയാൻ സാധ്യമല്ല എന്നും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് പോലും അള്ളാഹു അറിയിച്ചു കൊടുത്താൽ മാത്രമേ അത്തരം വിവരങ്ങൾ അറിയാൻ സാധിക്കുകയുള്ളൂ എന്നും ഇത്തരം കാര്യങ്ങളാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിശദീകരിക്കുക ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സത്യവിശ്വാസികളായ ആളുകൾ പ്രവാചകന്മാരോട് കാണിക്കേണ്ട നിലപാടുകളെക്കുറിച്ച് ഓർമ്മപ്പെടുത്തി. അവരെ ശല്യപ്പെടുത്താൻ പാടില്ല. മൂസാ നബി അലൈഹി ഇസ്ലാമിൻ്റെ സമൂഹം ആ പ്രവാചകനെ ശല്യപ്പെടുത്തുകയും പ്രയാസമുണ്ടാക്കുകയൊക്കെ ചെയ്ത വിവരങ്ങളെക്കുറിച്ച് വിശദീകരിക്കുകയും അത്തരം ആളുകളുടെ ആ പ്രവർത്തനങ്ങൾ നാളെ പരലോകത്ത് ശിക്ഷയ്ക്ക് കാരണമാകുമെന്നും എന്നാൽ അതുപോലെ തന്നെ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കുണ്ടായ പ്രയാസങ്ങളെക്കുറിച്ചും അത് ഉണ്ടാക്കിയ ആളുകളെക്കുറിച്ചും അവരോടുള്ള ഇസ്ലാമിൻ്റെ നിലപാടുകളെക്കുറിച്ചുമൊക്കെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതിൻ്റെ ചുരുക്കം. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ 70-ാമത്തെ വചനമാണ് നമ്മൾ ആദ്യം പഠിക്കുന്നത്. പ്രസ്തുത ആയത്ത് യാ അയ്യുഹല്ലദീന ആമനു, ആദ്യം സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അള്ളാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, ഇത്തഖുല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുവിൻ, വഖൂലു, നിങ്ങൾ പറയുകയും ചെയ്യുവിൻ, ഖൗലൻ സദീദ, ചൊവ്വായ നേരായ വാക്ക് നിങ്ങൾ പറയുകയും ചെയ്യുക. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ, വിശ്വസിച്ചവരെ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും നേരെ ചൊവ്വായ വാക്കുകൾ പറയുകയും ചെയ്യുക. തൊട്ടടുത്ത വചനം 71-ാമത്തെ വചനം, അതിനോട് ചേർത്തുകൊണ്ട് അള്ളാഹു പറയുന്നു, യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അളീമ. യുസ്ലിഹ് ലക്കും, അവൻ നിങ്ങൾക്ക് നന്നാക്കി തരും, അഅമാലക്കും, നിങ്ങളുടെ പ്രവർത്തനങ്ങളെ, നിങ്ങളുടെ കർമ്മങ്ങളെ,
വയഗ്ഫിർ ലക്കും, അതോടൊപ്പം നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും, ദുനൂബക്കും, നിങ്ങളുടെ തെറ്റുകളെ അഥവാ നിങ്ങളുടെ പാപങ്ങളെ. വമയ്യുതി, ആരെങ്കിലും അനുസരിച്ചാൽ, ആർ വഴിപ്പെട്ടുവോ, അല്ലാഹ വറസൂലഹു, അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും, അങ്ങനെ ചെയ്താൽ ഫഖദ് ഫാസ, എന്നാൽ അവൻ ഭാഗ്യം പ്രാപിച്ചു, അല്ലെങ്കിൽ അവൻ വിജയിച്ചു, ഫൗസൻ അലീമ, വമ്പിച്ച ഭാഗ്യം അല്ലെങ്കിൽ വമ്പിച്ച വിജയം. യുസ്ലിഹ് ലക്കും അഅമാലക്കും വയഗ്ഫിർ ലക്കും ദുനൂബക്കും വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഖദ് ഫാസ ഫൗസൻ അലീമ, എന്നാൽ അവൻ നിങ്ങൾക്ക് നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, കർമ്മങ്ങൾ നന്നാക്കി തരികയും നിങ്ങളുടെ പാപങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരികയും ചെയ്യും. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും ആർ അനുസരിക്കുന്നുവോ തീർച്ചയായും അവൻ വമ്പിച്ച ഭാഗ്യം പ്രാപിച്ചവനാണ്, വമ്പിച്ച വിജയം ലഭിച്ചവനാണ്. ഇതാണ് ഈ രണ്ട് വചനങ്ങളുടെ നമ്മളുടെ വാക്കർത്ഥവും അതുപോലെ തന്നെ അതിൻ്റെ ആശയവും അർത്ഥവും എന്ന് പറയുന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, രണ്ട് സുപ്രധാന ഉപദേശങ്ങളാണ് 70-71 ആയത്തുകളിലൂടെ പഠിപ്പിക്കുന്നത്. 70-ാമത്തെ വചനത്തിൽ വിശ്വാസികളോട് അള്ളാഹു രണ്ട് കാര്യങ്ങൾ പ്രത്യേകമായി കൽപ്പിക്കുകയാണ്. ഒന്ന്, അള്ളാഹുവിനെ സൂക്ഷിക്കുക അഥവാ തഖ്വ പാലിക്കുക. ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളാഹുവിൻ്റെ സാമീപ്യം, അവനോടുള്ള ഉത്തരവാദിത്വവും ഓർത്തുകൊണ്ട് ജീവിതം ക്രമീകരിക്കുക. ഇതാണ് ഒരു വിശ്വാസിയുടെ അടിസ്ഥാനപരമായ ഗുണം. നേരെ ചൊവ്വായ വാക്ക് പറയുക, അതുപോലെ തന്നെ ഖൗലൻ സദീദ. എന്താണ് സദീദായ വാക്ക് എന്ന് പറഞ്ഞാൽ? അക്രമങ്ങൾ, അന്യായങ്ങൾ, കള്ളം, പരദൂഷണം, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഇത്തരം കാര്യങ്ങളൊന്നുമില്ലാത്ത തികച്ചും സത്യസന്ധമായ വ്യക്തവും നീതിയുക്തവുമായ വാക്കുകളാണ് സദീദായ വാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ പ്രാധാന്യം എന്താണ്? മനുഷ്യൻ്റെ നാവാണ് അവൻ്റെ വ്യക്തിത്വത്തെ അടയാളപ്പെടുത്തുന്നത്. അശ്ലീലമോ അസത്യമോ അല്ലാതെ നേരായതും ഗുണകരമായതുമായ സംസാരം ശീലമാക്കാൻ വിശ്വാസികൾക്കുള്ള നിർദ്ദേശമാണ്. ഇതാണ് അതിലെ ഒന്നാമത്തെ നിർദ്ദേശം എന്ന് പറയുന്നത്. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദ. രണ്ട് മഹത്തായ ഇത്തരം രണ്ട് കാര്യങ്ങൾ പ്രധാനമായും സൂക്ഷിച്ചു കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക? നിങ്ങളുടെ വാക്ക് നന്നാവുകയും അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്താൽ രണ്ട് മഹത്തായ വാഗ്ദാനങ്ങളാണ് അള്ളാഹു 71-ാമത്തെ ആയത്തിലൂടെ ഓർമ്മപ്പെടുത്തുന്നത്. യുസ്ലിഹ് ലക്കും അഅമാലക്കും, മേൽപ്പറഞ്ഞ രണ്ട് കാര്യങ്ങൾ തഖ്വയും സദീദായ സംസാരവും ഉണ്ടായാൽ അത് പാലിച്ച് ജീവിക്കുന്നവർക്ക് വലിയ രണ്ട് പ്രതിഫലങ്ങളാണ് അള്ളാഹു വാഗ്ദാനം ചെയ്യുന്നത്. ഒന്ന്, കർമ്മങ്ങൾ നന്നാക്കി തരും. യുസ്ലിഹ് ലക്കും അഅമാലക്കും, നിങ്ങളുടെ കർമ്മങ്ങൾ അള്ളാഹു നന്നാക്കി തരും. അതോടൊപ്പം വയഗ്ഫിർ ലക്കും ദുനൂബക്കും, ഒരു വിശ്വാസി കർമ്മങ്ങൾ നന്നാക്കുക എന്ന് പറഞ്ഞാൽ തൻ്റെ വാക്കിലും പ്രവൃത്തിയിലും സൂക്ഷ്മത പുലർത്തുമ്പോൾ അള്ളാഹു അവൻ്റെ മറ്റു പ്രവർത്തനങ്ങളെയും നന്നാക്കി തരും. നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള സാഹചര്യങ്ങൾ അള്ളാഹു അവന് സജ്ജമാക്കി കൊടുക്കും. ആ കർമ്മങ്ങൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ഖബൂൽ ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് അള്ളാഹു വീണ്ടും പറയുന്നത്, വയഗ്ഫിർ ലക്കും, അവരുടെ പാവങ്ങൾ പൊറുക്കുകയും ചെയ്യും. സ്വീകരിക്കപ്പെടുന്ന കർമ്മങ്ങളും പാവങ്ങൾ പൊറുക്കുകയും ചെയ്യുന്നു എന്നതാണ്. നമ്മുടെ ജീവിതത്തിൽ അറിയാതെ സംഭവിച്ചു പോയ ധാരാളം തെറ്റുകൾ അള്ളാഹു മാപ്പാക്കി തരുന്നു എന്നാണ് ഇവിടെ പറയുന്നത്. അള്ളാഹുവിനെ സൂക്ഷിക്കുന്നവർക്ക്, നല്ലത് പറയുന്നവർക്ക് ലഭിക്കുന്ന വലിയൊരു അനുഗ്രഹമാണ് ഈ രണ്ട് കാര്യങ്ങളും. അതോടൊപ്പം പിന്നീട് അള്ളാഹു പറഞ്ഞു, അങ്ങനെ ആരെങ്കിലും വമൻ യുതിഇല്ലാഹ വറസൂലഹു, ആ രീതിയിൽ മേൽ പറഞ്ഞ രൂപത്തിൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിച്ചു കഴിഞ്ഞാൽ ഫഖദ് ഫാസ ഫൗസൻ അലീമ, വമ്പിച്ച ഭാഗ്യം. ഫൗസൻ അലീം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനെയും റസൂലിനെയും അനുസരിക്കുക എന്ന ഒരു കാര്യം നമ്മൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വെറും ഒരു മതപരമായ ചടങ്ങല്ല, മറിച്ച് അതാണ് വിജയത്തിൻ്റെ മാർഗം. അനുസരണാശീലമുള്ളവരായി ജീവിക്കണം. ലൗകികമായ നേട്ടങ്ങളല്ല ഉദ്ദേശിക്കേണ്ടത്. ഇഹലോകത്തും പരലോകത്തും ലഭിക്കുന്ന വമ്പിച്ച ഭാഗ്യമാണ് അതോടുകൂടി കിട്ടുന്നത്. ഇതിനേക്കാൾ വലിയൊരു നേട്ടം മറ്റൊന്നും ആർക്കും കിട്ടാനുമില്ല. ഇതാണ് വളരെ പ്രധാനപ്പെട്ട വിഷയം. അപ്പോൾ നമ്മൾ ഈ രണ്ട് ആയത്തുകളിൽ പ്രധാനമായും പഠിക്കുന്ന കാര്യങ്ങൾ: നാവ് നന്നാക്കുക, സംസാരം നേരെയാക്കുക. ജീവിതം നേരെയാകും. നാവിലൂടെ കുറ്റങ്ങളും കുറവുകളും സംഭവിക്കാതിരിക്കാൻ പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുക. കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടാൻ നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ സംസാരത്തിലും ഇടപാടുകളിലും സത്യസന്ധതയും സൂക്ഷ്മതയും അനിവാര്യമാണ്. അനുസരണമാണ് ജീവിതത്തിൻ്റെ താക്കോൽ എന്ന് പറയുന്നത്. അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും പൂർണ്ണമായും അനുസരിക്കുന്നവൻ ജീവിതത്തിൽ വിജയിക്കുകയാണ്.
അതുമാത്രമല്ല അതൊരു ചെറിയ വിജയവുമല്ല, മറിച്ച് അള്ളാഹു തന്ന വമ്പിച്ച ഫൗസൻ അലീം അല്ലേ എന്ന് വിശേഷിപ്പിച്ച വലിയ വിജയമാണ്, സ്വർഗമാണ് ഒരു സത്യവിശ്വാസിക്ക് അവൻ്റെ ആ പ്രവർത്തനങ്ങൾ കൊണ്ട് നേടിയെടുക്കാൻ സാധിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ജീവിതത്തിൽ വിജയിക്കാൻ അള്ളാഹുവിനെ അവൻ റസൂലിനെ അനുസരിക്കൽ നിർബന്ധമാണ്. അതൊരു ചെറിയ വിജയമാണെന്ന് ആരും കരുതണ്ട. വമ്പിച്ച വിജയം എന്ന ഖുർആനിൻ്റെ പ്രയോഗം തന്നെ അത് നമ്മളെ കൂടുതൽ സന്തോഷം നൽകുന്ന, വിശ്വാസികൾക്ക് ആശ്വാസവും ആവേശവും നൽകുന്ന വിളിച്ചോതുന്ന കാര്യമാണ്. അത് വിശ്വാസിയുടെ ഈ വചനങ്ങൾ രണ്ടും വിശ്വാസിയുടെ ജീവിതത്തിൽ അവൻ്റെ ദിനചര്യയിൽ നാവുകൊണ്ട് പറയുന്ന വാക്കുകൾക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് കൂടി നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. നാവിനെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. ഏതൊരു വിശ്വാസിയും ജീവിതത്തിലുടനീളം സൂക്ഷിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു തത്വവും കൂടിയാണത്. യാ അയ്യുഹല്ലദീന ആമനൂ അല്ലാഹുവിനെ സൂക്ഷിക്കുക, നല്ല വാക്കുകൾ, നേരായ ചൊവ്വായ വാക്കുകൾ പറയുക, കള്ളം കപടവും ഒന്നില്ലാത്ത വാക്കുകൾ പറയുക. അങ്ങനെയെങ്കിൽ യുസ്ലിഹ് ലക്കും, അള്ളാഹു നന്നാക്കി തരും അമാലക്കും നിങ്ങളുടെ പ്രവർത്തനങ്ങൾ, വയഗ്ഫിർ ലക്കും പുറത്തു തരും ദുനൂബക്കും നിങ്ങളുടെ തെറ്റുകൾ, വമൻ യുതിഇല്ലാഹ വറസൂലഹു അപ്രകാരം അള്ളാഹുവിനെ അവൻ്റെ റസൂലിനെയും ആരെങ്കിലും അനുസരിക്കാൻ തീരുമാനിച്ചാൽ, അനുസരിച്ചു കഴിഞ്ഞാൽ അവന് കിട്ടുന്ന അള്ളാഹു നൽകുന്ന പ്രതിഫലമാണ് ഫഖദ് ഫാസ ഫൗസൻ അലീമ, അവന് അതിൻ്റെ പ്രതിഫലമായി തീർച്ചയായും വമ്പിച്ച പ്രതിഫലം, വമ്പിച്ച ഭാഗ്യം അവന് അള്ളാഹു നൽകുമെന്നാണ് അള്ളാഹു ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. കാര്യങ്ങൾ മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്തുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അതോടൊപ്പം തൊട്ടടുത്ത വചനത്തിലേക്ക് 72-ാമത്തെ വചനത്തിലേക്ക് കടന്നാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത് ഇന്ന അറളന ലമാനത, ഇന്ന നിശ്ചയമായും നാം, അറളിന നാം കാട്ടി അല്ലെങ്കിൽ പ്രദർശിപ്പിച്ചു, അൽ അമാനത അമാനത്തിനെ, അലസ്സമാവാതി ആകാശങ്ങളുടെ മേൽ, വൽ അർളി ഭൂമിയുടെ മേലും, വൽ ജിബാലി പർവ്വതങ്ങളുടെയും, ഫഅബൈന അപ്പോഴവ വിസമ്മതിച്ചു, അയ്യഹ്മിൽനഹ അവ അത് ഏറ്റെടുക്കുന്നത് അല്ലെങ്കിൽ അത് വഹിക്കുന്നതിന്, വ അഷ്ഫഖ്ന അവ പേടിക്കുകയും ചെയ്തു, മിൻഹ അതിനെപ്പറ്റി, വഹമലഹ അത് ഏറ്റെടുത്തു വഹിച്ചു, അൽ ഇൻസാനു മനുഷ്യൻ, ഇന്നഹു ഖാന നിശ്ചയമായും അവനാകുന്നു, വലൂമൻ അക്രമകാരിയാകുന്നു, ജഹൂല അറിവുകെട്ടവൻ മൂഢൻ ആകുന്നു. ഇന്ന അറളിനൽ അമാനത അലസ്സമാവാതി വൽ അർളി വൽ ജിബാലി ഫഅബൈന അയ്യഹ്മിൽനഹ വഅഷ്ഫഖ്ന മിൻഹ വഹമലഹൽ ഇൻസാനു ഇന്നഹു ഖാന വലൂമൻ ജഹൂല. ആകാശങ്ങളുടെയും ഭൂമിയുടെയും പർവ്വതങ്ങളുടെയും മേൽ ഈ അമാനത്തിനെ നാം എടുത്തു കാട്ടുകയുണ്ടായി. എന്നാൽ അവ അത് ഏറ്റെടുക്കുന്നതിന് വിസമ്മതിക്കുകയും അതിനെപ്പറ്റി പേടിക്കുകയും ചെയ്തു. മനുഷ്യൻ അത് ഏറ്റെടുത്തു, നിശ്ചയമായും അവൻ അക്രമകാരിയും അറിവുകെട്ടവനുമാകുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല 72-ാമത്തെ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. മനുഷ്യന്റെ ഉത്തരവാദിത്വവും അള്ളാഹുവിൻ്റെ അമാനത്തുകളെക്കുറിച്ചുമാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിപാദ്യ വിഷയം. ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയ ഉത്തരവാദിത്വം ഏറ്റെടുത്ത മനുഷ്യനെ കുറിച്ചാണ് ഈ ആയത്തിൽ അള്ളാഹു സൂചിപ്പിക്കുന്നത്. തൊട്ടടുത്ത ആയത്തും കൂടി പറഞ്ഞിട്ട് അതിൻ്റെ വിശദീകരണത്തിലേക്ക് നമുക്ക് കടക്കാം. ലിയുഅദ്ദിബ അള്ളാഹു ശിക്ഷിക്കുവാൻ വേണ്ടി, ശിക്ഷ നൽകുവാൻ വേണ്ടി, അൽ മുനാഫിഖീന കപടവിശ്വാസികളെ, വൽ മുനാഫിഖാതി കപടവിശ്വാസിനികളെയും, വൽ മുശ്രിക്കീന ബഹുദൈവ വിശ്വാസികളെയും, വൽ മുശ്രിക്കാത്തി ബഹുദൈവ വിശ്വാസിനികളെയും, വയതൂബ അള്ളാഹു പശ്ചാത്തലം മടക്കം സ്വീകരിക്കുവാനും, അലൽ മുഅ്മിനീന സത്യവിശ്വാസികളുടെ മേൽ, വൽ മുഅ്മിനാത്തി സത്യവിശ്വാസിനികളുടെയും, വകാന അള്ളാഹു ആകുന്നു ഗഫൂറൻ വളരെ പൊറുക്കുന്നവനാണ്, റഹീമ കരുണാനിധിയാകുന്നു. എന്താണ് അള്ളാഹുവിടെ പറഞ്ഞത്? കപടവിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും ബഹുദൈവ വിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും അള്ളാഹു ശിക്ഷിക്കുവാൻ വേണ്ടി അത്രേ അത്
സത്യവിശ്വാസികളായ പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും മേൽ അള്ളാഹു പശ്ചാത്താപം സ്വീകരിക്കുവാനും വേണ്ടിയാകുന്നു. അള്ളാഹു വളരെ പൊറുക്കുന്നവരും കരുണാനിധിയുമാകുന്നു. ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ പഠിപ്പിക്കുന്നത്. മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏറ്റെടുത്തിട്ടുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വവും അള്ളാഹുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട അവൻ പാലിക്കേണ്ട അമാനത്തിനെ കുറിച്ചുമാണ് ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത്. പ്രപഞ്ചത്തിലെ ഏറ്റവും വലിയൊരു ഉത്തരവാദിത്വം എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. എന്താണ് ആ അമാനത്ത്? അള്ളാഹു പറഞ്ഞത്, അള്ളാഹു നൽകിയ നിർദ്ദേശങ്ങളും അള്ളാഹു നൽകിയ ശാസനകളും അതൊക്കെ നിറവേറ്റാനുള്ള ഉത്തരവാദിത്തമാണ് ഇവിടെ അള്ളാഹു അൽ അമാന എന്ന് പറഞ്ഞത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്നാ അറദ്നൽ അമാനത അലസ് സമാവാതി എന്ന് പറഞ്ഞ അമാനത്ത് അതാണ്. അമാനത്ത് എന്ന് പറഞ്ഞാൽ സൂക്ഷിപ്പ് മുതൽ എന്നൊക്കെ നമുക്ക് അർത്ഥം പറയാം. ആകാശഭൂമികൾക്കത് ഭാരപ്പെട്ടതായിരുന്നു. ആകാശവും ഭൂമിയും പർവ്വതങ്ങളും വമ്പിച്ച സൃഷ്ടികളാണെങ്കിൽ പോലും ഈ അമാനത്തിൻ്റെ ഗൗരവം ഉൾക്കൊള്ളാൻ അവയ്ക്ക് സാധ്യമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനെ ഏറ്റെടുക്കാൻ അവർ വിസമ്മതിക്കുകയും ഭയപ്പെടുകയും ചെയ്തു എന്നാണ് അള്ളാഹു പറയുന്നത്. എന്നാൽ മനുഷ്യൻ്റെ ദൗത്യം വിവേകവും ബുദ്ധിയും കഴിവുമുള്ള മനുഷ്യൻ അള്ളാഹു നൽകിയത് കൊണ്ട് അതെല്ലാമുള്ള മനുഷ്യൻ അതുള്ളത് കൊണ്ട് തന്നെ മനുഷ്യൻ ഈ ഭാരം ഏറ്റെടുക്കുകയാണ്. ഇതൊരു പ്രതീകാത്മകമായ വിവരണമാണ്. അതായത് അള്ളാഹുവിൻ്റെ കൽപ്പനകൾ അനുസരിക്കാനും വിട്ടുനിൽക്കാനും കഴിയുന്ന ഒരു പ്രത്യേക പ്രകൃതം മനുഷ്യനുണ്ട്. ഒരു തെറ്റ് ചെയ്യാനും അവന് ഇവിടെ വെച്ച് കഴിയും, ചെയ്യാതിരിക്കാൻ കഴിയും, അത് അവനാണ് തീരുമാനിക്കേണ്ടത്. മനുഷ്യൻ്റെ പ്രകൃതിയും ബലഹീനതയുമാണ് 73-ാമത്തെ ആയത്തിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറയുന്നത്. അതിനുശേഷം 71-ന് ശേഷം അള്ളാഹു മനുഷ്യനെ വിശേഷിപ്പിച്ച് തീർച്ചയായും അവൻ അക്രമകാരിയും അറിവ് കെട്ടനുമാകുന്നു എന്നാണ്. ഇതിൻ്റെ അർത്ഥം മനുഷ്യൻ സ്വന്തത്തോട് തന്നെ അക്രമം ചെയ്യുന്നു എന്നതാണ്. പാപങ്ങളിലൂടെ, തെറ്റുകളിലൂടെ, കുറ്റങ്ങളിലൂടെ അവൻ പല തിന്മകളിലൂടെയും പല കാര്യങ്ങളിലും അനന്തരഫലങ്ങളെക്കുറിച്ച് ചിന്തിക്കാതെ പലതരത്തിലുള്ള വിഡ്ഢിത്തവും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നവനാണ് മനുഷ്യൻ. എന്നാൽ നന്മതിന്മകൾ തിരിച്ചറിയുവാനുള്ള ബുദ്ധിയും പ്രവാചകന്മാരുടെയുള്ള മാർഗനിർദ്ദേശങ്ങളും അള്ളാഹു അവൻ നൽകിയിട്ടുണ്ട്. ഇത്തരം ദുഷ്പ്രേരണകളെല്ലാം, അതായത് ആ പ്രേരണകൾക്കും അതുപോലെ തന്നെ സൽപ്രേരണകൾക്കും ഇടയിൽ ഒരു പരീക്ഷണ ഘട്ടത്തിലാണ് മനുഷ്യൻ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി 73-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് ഈ ഉത്തരവാദിത്വം മനുഷ്യൻ ഏറ്റെടുത്തതിൻ്റെ ഉദ്ദേശം അതെന്താണെന്ന് പറയുകയാണ്. ആർക്കെങ്കിലും ഈ അമാനത്ത് ലംഘിക്കുകയും അള്ളാഹുവിൻ്റെ മതത്തെ, ദീനിനെ തിരസ്കരിക്കുകയും ചെയ്താൽ അവനെ സംബന്ധിച്ചിടത്തോളം അവർ ശിക്ഷിക്കപ്പെടുകയും അവർ മുനാഫിക്കുകളെ കുറിച്ച്, കപടവിശ്വാസികൾ, മുശ്രിക്കുകൾ, ബഹുദൈവ വിശ്വാസികളെ കുറിച്ച് ഇതൊക്കെ ഇതിൽ ഉൾപ്പെടുന്ന ആളുകളാണ്, അത് ലംഘിച്ചവരാണ്. അത്തരം ആളുകൾ മാപ്പ് എന്ന് പറഞ്ഞാൽ തൗബ. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ തൗബയെക്കുറിച്ച്, യതൂബ് അല്ലാഹു എന്ന് പറഞ്ഞത്. അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുന്ന സത്യവിശ്വാസികൾക്ക് അറിയാതെ സംഭവിച്ചു പോകുന്ന തെറ്റുകൾക്ക് അള്ളാഹു മാപ്പ് നൽകുന്നു. അവൻ വളരെ പൊറുക്കുന്നവരും കരുണാനിധിയുമാണ്. രക്ഷയ്ക്കും ശിക്ഷയ്ക്കും പുരുഷനെന്നോ സ്ത്രീയെന്നോ വ്യത്യാസമില്ല. എല്ലാവരും ഈ ഉത്തരവാദിത്വം ചുമന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ഇതാണ് വളരെ പ്രധാനമായും ഈ ആയത്തിലൂടെ അള്ളാഹു പഠിപ്പിക്കുന്നത്. ഉത്തരവാദിത്വ ബോധം നമുക്കുണ്ടാകണം. അള്ളാഹുവിൻ്റെ നിയമങ്ങൾ പാലിക്കണം. ജീവിതത്തിൽ നമ്മുടെ ബാധ്യതയാണത്. അതൊരു ഭാരമാണെന്ന് തോന്നും വിധം വലിയ ഒരു ഉത്തരവാദിത്വം അള്ളാഹു നൽകിയിരിക്കുകയാണ്. അത് കൃത്യമായി പാലിച്ച് സൂക്ഷ്മതയോടുകൂടി ജീവിക്കാനാണ് വിശ്വാസി ശ്രമിക്കേണ്ടത്. മനുഷ്യൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞ മലക്കുകളെ പോലെ അല്ല, നിർബന്ധിതമായി മാത്രം അനുസരിക്കുന്നവരല്ല മനുഷ്യൻ. മറിച്ച് തെറ്റ് ചെയ്യാനും ശരി ചെയ്യാനുമുള്ള സ്വാതന്ത്ര്യം ഈ ലോകത്ത് നൽകിയിട്ടുണ്ട്. അതാണ് ഈ അമാനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാതൽ എന്ന് പറയുന്നത്. ദൈവികമായ അള്ളാഹുവിൻ്റെ, പ്രപഞ്ചനാഥൻ്റെ കാരുണ്യം മനുഷ്യൻ്റെ തെറ്റ് ചെയ്യുവാനാണ്, അവൻ്റെ ചെയ്യുന്നവനാണ് എന്നാണ്. എന്നാൽ ആ തെറ്റുകളിൽ നിന്ന് മടങ്ങാൻ, തൗബ ചെയ്യാൻ അള്ളാഹു അവസരം നൽകിയിട്ടുണ്ട് ഈ ലോകത്ത്. മരണപ്പെടുന്നതിന് മുമ്പ് ജീവിതത്തിൽ ബോധമുണ്ടാകുന്ന സമയത്ത് വിശ്വാസികൾക്ക് അള്ളാഹുവിൻ്റെ കരുണ പ്രതീക്ഷിച്ചുകൊണ്ട് തൗബ ചെയ്യാം. ഒരിക്കലും നിരാശപ്പെടേണ്ടതില്ല എന്നതാണ്. സ്ത്രീ ആയാലും പുരുഷനായാലും അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്നതിൽ എല്ലാവരും തുല്യമാണ്. അതിന് പ്രത്യേകിച്ചൊരു പരിഗണനയോ ഒന്നും ഉണ്ടാവുകയില്ല. തെറ്റു ചെയ്യുന്നവർ അള്ളാഹുവിൻ്റെ മുന്നിൽ ശിക്ഷിക്കപ്പെടും. അതാരാണെങ്കിലും, സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും. സ്ത്രീ ആയതുകൊണ്ട് ശിക്ഷിക്കപ്പെടാതിരിക്കില്ല, പുരുഷനായതുകൊണ്ട് ശിക്ഷിക്കപ്പെടുകയുമില്ല. സ്ത്രീ ആയതുകൊണ്ട് ശിക്ഷിക്കപ്പെടില്ല, പുരുഷനായതുകൊണ്ട് ശിക്ഷിക്കപ്പെടാതിരിക്കുകയുമില്ല. അള്ളാഹു നീതിമാനാണ്. എല്ലാവരോടും ആരോടും അനീതി കാണിക്കുകയില്ല.
അവനവൻ പ്രവർത്തിച്ചതിൻ്റെ പ്രവർത്തന ഫലം തന്നെയാണ് അവനവൻ പരലോകത്ത് കണ്ടെത്തുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷനായാലും സ്ത്രീയായാലും അള്ളാഹുവിൻ്റെ ഉത്തരവാദിത്വം നിറവേറ്റുന്ന എല്ലാവരും തുല്യരാണ്. ഇത് ഏകീകൃതമായ ഒരു മാനദണ്ഡമാണ്. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ആത്മാർത്ഥമായി മനോമൂല്യവേദൻ്റെ അവസാനം ഒരു പ്രാർത്ഥനയോടുകൂടി ഈ സൂറത്ത് ഇവിടെ അവസാനിക്കുകയാണ്. സൂറത്തുൽ അഹ്സാബിൻ്റെ ഏകദേശം 73 വചനങ്ങളാണ് ഈ സൂറത്തിലുള്ളത്. അതിൻ്റെ അവസാന ഭാഗത്ത് അള്ളാഹുവേ, നീ ഞങ്ങളെ ഏൽപ്പിച്ച ഈ അമാനത്ത് ഭംഗിയായി നിറവേറ്റാനുള്ള തൗഫീക്ക് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ തെറ്റുകൾ നീ പുറത്തു തരികയും നിന്റെ കരുണയിൽ ഞങ്ങളെ എല്ലാവരെയും ഉൾപ്പെടുത്തുകയും ഈ സൂറത്തുകളിൽ ഞങ്ങൾ പഠിച്ച കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീക്ക് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് നൽകണേ റഹ്മാനെ. അതോടൊപ്പം ഞങ്ങളുടെ ക്ലാസ്സുകളിൽ പഠനങ്ങളിൽ വന്ന വീഴ്ചകൾ, കുറവുകൾ, തെറ്റുകൾ മനുഷ്യരെന്ന നിലക്ക് അള്ളാഹുവേ നീ പുറത്തുമാപ്പാക്കി. എല്ലാം പൊറുക്കുന്നവനാണ് നീ, കാരുണ്യവാനാണ് നീ, കരുണക്കടലാണ്. നിന്റെ കാരുണ്യം നീ ഞങ്ങളിൽ വർഷിപ്പിക്കണേ റഹ്മാനെ. നിന്റെ ഗഫൂവിനെ ഞങ്ങൾക്ക് നീ നൽകണേ റഹ്മാനെ. ഞങ്ങളുടെ തെറ്റുകൾ നീ പുറത്തുമാപ്പാക്കി തരണേ റഹ്മാനെ. മരണം വരെ ദീനനുസരിച്ചു കൊണ്ട് പരിശുദ്ധ ഖുർആന്റെ പതിപ്പുകളായി ജീവിച്ച് മുന്നോട്ട് പോകാനുള്ള മഹാ തൗഫീക്ക് അള്ളാഹുവേ നീ ഞങ്ങൾക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.